മനുഷ്യന്റെ അഹങ്കാരത്തിന് മേലെ തള്ളിക്കയറ്റിയതാണ് ആ ഉരുളൻ പാറയെന്ന് മനസ്സിലാക്കാൻ മനുഷ്യർക്ക് സമയം ഒരുപാട് വേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ അയാളുടെ കൂട്ട് ആത്മാവ് മറഞ്ഞ ശരീരങ്ങൾ വിശ്രമിക്കുന്ന ചുടുകാടുകളിലായിരുന്നു. നേരം സന്ധ്യമയങ്ങാൻ തുടങ്ങുമ്പോൾ എവിടെയാണോ അദ്ദേഹം നടന്നെത്തുന്നത് അവിടെ തന്നെ അത്താഴം പാകം ചെയ്ത് ഭക്ഷിച്ച് അവിടെ തന്നെ ഉറങ്ങുക എന്നതായിരുന്നു നാറാണത്തിന്റെ പതിവ്. അങ്ങനെ ഒരു വെള്ളിയാഴ്ച മൃതശരീരങ്ങൾ എരിയുന്ന ചുടലയിലെ തീയെടുത്ത് അത്താഴം പാകം ചെയ്ത് അതേ ചുടലയുടെ തീയിൽ തണുപ്പിനെ മറന്ന് നിദ്രയിലാണ്ട അദ്ദേഹത്തിന്റെ കാതുകളിൽ ചില ശബ്ദങ്ങൾ മുഴങ്ങിക്കേൾക്കാൻ തുടങ്ങി. നിദ്രയ്ക്ക് ഭംഗം വന്നതിനാൽ കണ്ണുകൾ തുറന്ന ഭ്രാന്തന്റെ മുന്നിൽ നിൽക്കുന്ന ആ രൂപങ്ങളെ കണ്ട് പ്രകൃതി പോലും നിശബ്ദയായി നിന്നുപോയി. കാരണം എരിയുന്ന ചുടലയിൽ നൃത്തം ചെയ്യാനെത്തിയ ചുടല ഭദ്രകാളിയും ഭൂതഗണങ്ങളുമായിരുന്നു അത്. തനിക്ക് മുന്നിൽ പ്രപഞ്ചത്തിലെ ഓരോ കണികകളും ക്ഷണമാത്രയിൽ തന്നെ ഭയം കൊണ്ട് ഓടിമാറുന്നത് മാത്രം കണ്ട് ശീലിച്ച കാളിക്ക് ചുടലെരിഞ്ഞ് പഴുത്ത മണ്ണിൽ അതുവരെ പരിചിതമല്ലാതിരുന്നൊരു കാഴ്ചയായിരുന്നു അത്. തീക്ഷ്ണമായ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ശാന്തത, ഭയം കൊണ്ട് വിറയ്ക്കേണ്ട ചുണ്ടുകളിൽ സർവ്വ പ്രപഞ്ചത്തെയും അടിയറവ് പറയിക്കാൻ പോകുന്ന ക്രൂരമായ ചിരി പടർന്നുകൊണ്ടേയിരിക്കുന്നു. ഒന്നുറപ്പ്, ഇതൊരു സാധാരണ മനുഷ്യനല്ല. അതുകൊണ്ട് തന്നെ കനവുകഥയുടെ യാത്ര ഇനിയും തുടരും.